സമയം ഇപ്പോൾ ഏതാണ്ട് അർദ്ധരാത്രിയായി കാണണം. വെളിയിൽ എങ്ങും കൂരാകൂരിരുട്ട്. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. ജോൽദാലിലെ ഫോറസ്റ്റ് ബംഗ്ലാവിന്റെ വരാന്തയിലെ ചാരു കസേരയിൽ ഞാൻ വളരെ സുഖകരമായി രണ്ടു കാലും നീട്ടിവെച്ച് ഞാൻ എൻ്റെ പൈപ്പും നീട്ടിവലിച്ചുകൊണ്ട് കാടിൻ്റെ മനോഹരമായ ശബ്ദങ്ങൾക്ക് ചെവിയോർത്തുകൊണ്ടിരിക്കുന്ന സമയം നിരവധി പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങൾ നല്ല സംഗീതം പോലെ എൻ്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങി. അതിനിടയിൽ മറ്റൊരു ശബ്ദം കേൾക്കുവാൻ സാധിച്ചു. കാടിനുള്ളിലെ പരമാധികാരി താനാണെന്നുള്ള അഹങ്കാരത്തോടെ ഒരു കടുവയുടെ മുരളിൽ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. ഞാൻ അവിടെ കേട്ട ആ ഒരു മുരളൽ ഒരു സാധാരണ കടുവയുടേതായിരുന്നില്ല. അതെ, അതൊരു നരഭോജി കടുവയായിരുന്നു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ കെന്നത്ത് ആൻഡേഴ്സന്റെ അതിസാഹസികമായ ഒരു വേട്ടക്കഥയാണ്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അല്ലെങ്കിൽ ഒരു പക്ഷേ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങളത് മറന്നുപോയേക്കാം. അപ്പോൾ നമുക്ക് നേരെ വേട്ടയ്ക്ക് പോകാം. വേട്ടക്കുള്ള സമയമായി. വെൽക്കം ബാക്ക് അഗെയിൻ മിക്സ്ഡ് സ്റ്റോറീസ്. കർണാടകയിലെ ഷിമോഗ പട്ടണത്തിൽ നിന്നും 11 മൈൽ അകലെയായി ഭദ്രാവതി എന്ന വലിയ ഒരു പട്ടണമുണ്ട്. ഇതൊരു വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ്. നിരവധി ഇരുമ്പ്, സ്റ്റീൽ, ലോഹ വാർപ്പുശാലകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ബാബാ ബുദ്ധൻ പർവ്വതനിരയിൽ നിന്നും ഏതാനും മൈൽ അകലെയുള്ള ഖെമ്മൻഗുണ്ടി എന്ന സ്ഥലത്ത് ഖനനം ചെയ്ത ഇരുമ്പ് അയിര് ഭദ്രാവതിയിലെ ലോഹ ഫാക്ടറിയിലേക്ക് തുടർച്ചയായി കേബിൾ ബക്കറ്റിലൂടെ താഴേക്ക് എത്തിക്കുന്നു. അതിനു ചുറ്റുമുള്ള വിശാലമായ കാടുകളിൽ നിന്നും വെട്ടിയെടുക്കുന്ന മരങ്ങളിൽ നിന്നുള്ള വിറകുകളാണ് ഇരുമ്പ് ചൂളകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അതുമല്ലെങ്കിൽ അതിന്റെ ആവശ്യത്തിനു വേണ്ടി കത്തിക്കുന്നത്. ഭദ്രാവതിയിലെ ലോഹ ചൂളകളിൽ നിന്നുള്ള തിളക്കം കിലോമീറ്ററോളം ചക്രവാളം ചുവപ്പിക്കുകയും ആകാശത്തിലെ മേഘങ്ങൾക്കെതിരെ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഭദ്രാവതി പട്ടണത്തിൽ നിന്നും 14 മൈൽ അകലെയാണ് ജോൽദാൽ എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇടതൂർന്ന കാടുകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു ഫോറസ്റ്റ് ബംഗ്ലാവുണ്ട്. ജോൽദാലിന് തെക്കു പടിഞ്ഞാറായി 11 മൈൽ സഞ്ചരിച്ചാൽ ഗുൽജൂർ എന്ന ഒരു ഗ്രാമത്തിൽ എത്തിപ്പെടാം. വളരെ മനോഹരമായ സ്ഥലമാണ് ഗുൽജൂർ. കാടുകളും മരങ്ങളും കുറ്റിച്ചെടികളും പുൽമേടുകളാൽ സമ്പന്നമാണ് ഇവിടെയും. ഈ ഗ്രാമത്തിലും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പണ്ട് പലപ്പോഴും പല ആവശ്യങ്ങൾക്കും ഇതിൽ വരുമ്പോൾ ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഗുൽജൂരിലേക്കുള്ള നേരിട്ടുള്ള പാതയെ അതിദുർഘടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ബാംഗ്ലൂരിൽ നിന്ന് താരിക്കാരിയിലൂടെ ഭദ്രാവതിയിലേക്ക് പോകുന്ന പാതയിൽ ഭദ്രാവതിയിൽ എത്തുന്നതിന്റെ 5 മൈൽ മുമ്പ് കിഴക്കോട്ട് വിഭജിക്കുന്ന ഒരു വനപാതയായിരുന്നു ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കാണുവാൻ കഴിയില്ല. പിന്നീട് അങ്ങോട്ട് കാളവണ്ടി ട്രാക്കുകളാണ് കാണുവാൻ സാധിക്കുക. പലയിടത്തും ഈ കാളവണ്ടി ട്രാക്കുകൾ തകർന്നു കിടക്കുന്നു. തുടക്കത്തിൽ എൻ്റെ ഫോർഡ് കാറിലും പിന്നീട് സ്റ്റുഡ് ബേക്കറിലുമായിരുന്നു ഞാൻ ഈ ദുർഘട പാതകളെ തരണം ചെയ്തിരുന്നത്. ഈ പാതയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന ഓരോ മിനിറ്റിലും ഞാൻ ഹെൻറി ഫോർഡിനെയും സ്റ്റുഡ് ബേക്കർ സഹോദരന്മാരെയും അതിയായി പ്രശംസിച്ചു. കാരണം ഈ ദുർഘടം പിടിച്ച റോഡിലൂടെയുള്ള എൻ്റെ യാത്രകൾ എൻ്റെ നട്ടലുകൾ ഒടിക്കുന്നതായിരുന്നെങ്കിലും ഒരിക്കൽ പോലും എൻ്റെ കാറുകൾക്ക് യാതൊരു തകരാറും സംഭവിച്ചിരുന്നില്ല. ഗുൽജൂരിലെ ബംഗ്ലാവിൽ ഞാൻ താമസിക്കുമ്പോൾ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നിരുന്ന ബംഗ്ലാവിലെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. വളരെയധികം ഉപകാരം ചെയ്യുന്നവനും കഠിനാധ്വാനിയുമായിരുന്നു അയാൾ. ഈ വാച്ചറെ പറ്റി പറയുമ്പോൾ മറക്കാനാകാത്ത മറ്റൊരു മുഖമുണ്ടെനിക്ക്. ഈ വാച്ചർക്ക് ഒരു മകളുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് അവിടെ വന്ന സമയം, അതായത് ഞാൻ അവളെ ആദ്യമായി കണ്ടപ്പോൾ അവൾക്ക് ഏകദേശം 12-13 വയസ്സായിരുന്നു. എൻ്റെ കാറുകൾ കാണുന്നതിലും കുറച്ച് ദൂരെ നിന്ന് എൻ്റെ തോക്കുകളും ഞാൻ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളും നോക്കി നിൽക്കുന്നതുമെല്ലാം അവൾക്ക് വലിയ താല്പര്യവും വളരെയധികം കൗതുകവുമായിരുന്നു. അവളുടെ അച്ഛനെ അവൾ വളരെയധികം സഹായിച്ചിരുന്നു. ഏകദേശം ഒരു ഫർലോങ് അകലെയുള്ള ഒരു നീരരുവിൽ നിന്നും അവളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒരു കുടത്തിൽ പോയി അവൾ ശേഖരിച്ചു കൊണ്ടുവരുമായിരുന്നു. അത് കഴിഞ്ഞാൽ എൻ്റെ ഉപയോഗങ്ങൾക്കായി ബംഗ്ലാവിലുള്ള കുളിമുറിയിലെ പഴയ ഒരു സിങ്ക് ഡപ്പയിലേക്ക് നിറക്കുന്നതും അവൾ തന്നെയായിരുന്നു. ഈ പെൺകുട്ടി ഇപ്പോൾ ഏകദേശം ഒരു 18-19 വയസ്സുള്ള കുട്ടിയായി വളർന്നിരിക്കുന്നു. ജോൽദാലിലെ ഒരു ഗ്രാമത്തിലുള്ള നല്ല ഒരു യുവാവുമായി
ആദ്യമായി അവളെ വിവാഹം കഴിച്ചു പറഞ്ഞയക്കുവാൻ വേണ്ടി ഇതിനോടകം അവളുടെ പിതാവ് തീരുമാനിച്ചിരുന്നു. ഈ സമയങ്ങളിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ വെള്ളം നിറക്കുന്ന കുടവും എടുത്ത് സമീപത്തുള്ള നീരരുവി ലക്ഷ്യമാക്കി അവൾ നടന്നു നീങ്ങി. പക്ഷേ വെള്ളം ശേഖരിച്ച് തിരിച്ചു വരേണ്ട സമയം കുറെ ആയതിനു ശേഷവും അവളെ തിരിച്ചു വരുന്നത് കണ്ടില്ല. അവൾ വെള്ളം എടുക്കുവാനായി അവളുടെ കയ്യിലുള്ള കുടം വെള്ളത്തിൽ മുക്കിയപ്പോൾ അവളുടെ പുറകുവശത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും ഒരു ഉഗ്ര ഗർജനത്തോടെ നരഭോജി കടുവ അവളുടെ പുറകിലേക്ക് കുതിച്ചു ചാടി. ആ നരഭോജിയുടെ കൂർത്ത കോമ്പല്ലുകൊണ്ട് അവളുടെ മുതുകിൽ കടിച്ച് അവളെ കാട്ടിലേക്ക് പോകുന്ന സമയം അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവൾ സമയമായിട്ടും തിരികെ വരാത്തത് കണ്ട് അവളുടെ അച്ഛൻ അവളെ തിരഞ്ഞ് അരുവിയിലേക്ക് പോകുന്ന സമയത്താണ് അവളുടെ ഉച്ചത്തിലുള്ള നിലവിളി ശബ്ദം അയാൾ കേൾക്കുന്നത്. ശബ്ദം കേട്ട ആ വാച്ചുമാൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ ഒരു വലിയ വിറക് കഷ്ണം എടുത്ത് ശബ്ദം കേട്ട അരുവി ലക്ഷ്യമാക്കി മുന്നോട്ട് ഓടിയെടുത്തു. അരുവിയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ കാണുന്നത് തൻ്റെ മകളെ കടിച്ചു വലിച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന കടുവയെയാണ്. ആ കുട്ടിയുടെ അച്ഛൻ, എടാ ദുഷ്ടമൃഗമേ, എൻ്റെ കുട്ടിയെ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ഈ വടി കൊണ്ട് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉച്ചത്തിൽ അലമുറയിട്ട് കടുവയുടെ പുറകെ പാഞ്ഞു നോക്കി. അയാളുടെ ഉച്ചത്തിലുള്ള അലറൽ കേട്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് കടുവ ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം കൂടുതൽ വേഗത്തിൽ അവളെയും കടിച്ചു പിടിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് പോയി മറഞ്ഞു. ഇതിനിടയിലും അവളുടെ നിലവിളി അയാൾക്ക് കേൾക്കുമായിരുന്നു. പതിയെ പതിയെ ആ നിലവിളി ദുർബലമായി മാറുവാൻ തുടങ്ങി. പിന്നീട് അത് പതിയെ പതിയെ അവസാനിച്ചു. അവളുടെ ശരീരത്തിന്റെ ഒരു അംശം പോലും കണ്ടെത്താനായില്ല എന്ന് പിന്നീട് വളരെ സങ്കടത്തോടെ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. ഗുൽജൂരിൽ നിന്ന് ജോൽദാലിലേക്ക് റോഡ് മാർഗം ഒന്നുമില്ല, ഒരു കാട്ടുപാത മാത്രമാണുള്ളത്. ഈ പാതയിലൂടെ 11 മൈൽ സഞ്ചരിച്ചാൽ ജോൽദാലിൽ എത്താൻ സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ കഥകൾക്ക് ശേഷം ഏകദേശം 2 മാസം കഴിഞ്ഞ് ജോൽദാലുവിന് സമീപമുള്ള ഒരു കൂട്ടം കുടിലുകളിൽ താമസിച്ചിരുന്ന ഒരു മുസ്ലിം ബാലൻ ഉച്ചതിരിഞ്ഞതിന് ശേഷം 5 ഫർലോങ് അകലെയുള്ള തടാകത്തിലേക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കുവാൻ പോയിരുന്നു. അവൻ ഇങ്ങനെ ഇടയ്ക്ക് മീൻ പിടിക്കുവാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയങ്ങളിൽ എന്നും ഒരു രാത്രി 8-9 മണി ആവുമ്പോഴേക്കും തിരിച്ചു വരാറുമുണ്ട്. അന്നത്തെ ദിവസം അവന് കിട്ടിയ പല വിധത്തിലുള്ള മീനുകളെല്ലാം അവന്റെ സഞ്ചിയിൽ നിക്ഷേപിച്ചിരുന്നു. അത് ഏകദേശം ഒരു 1/2 ഡസനോളം ഉണ്ടായിരിക്കും. അങ്ങനെ രാത്രി 9 മണിയായി. ഭക്ഷണത്തിനുള്ള സമയമായിട്ടും അവൻ അവന്റെ വീട്ടിൽ തിരിച്ചെത്തിയില്ല. തിരിച്ചുവരവ് കാണാത്തതിൽ അവന്റെ അച്ഛനും മൂത്ത സഹോദരനും അവനെ തേടി ആ തടാകക്കരയിലേക്ക് നടന്നു നീങ്ങി. അവരുടെ കയ്യിൽ പ്രകാശത്തിനായി വിളക്കും ചൂട്ടും കയ്യിൽ കരുതിയിരുന്നു. അതിനൊപ്പം മൂത്ത ചേട്ടന്റെ കയ്യിൽ മറ്റൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. അതെ, ഒരു ചെറിയ വടി. ഇത്രയും നേരമായിട്ടും നിന്റെ ചൂണ്ടയിടൽ നിർത്താനായില്ലടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആ ബാലനെ 2 പൊട്ടിക്കാനുമായിരുന്നു അത്. അങ്ങനെ അവർ ആ തടാകത്തിന്റെ അരികിലേക്കെത്തി. അവിടെ അവന്റെ 2 ചൂണ്ടയും അതുപോലെ അവന് കിട്ടിയ മീനും അതുപോലെ അവിടെ കാണുവാൻ സാധിച്ചു. പക്ഷേ ആ ബാലനെ അവിടെയൊന്നും അവർക്ക് കാണുവാൻ സാധിച്ചില്ല. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് എവിടെ പോയി എന്ന മട്ടിൽ ഇരുവരും അവനെ തിരയുവാൻ തുടങ്ങി. ആ തിരച്ചിലിന്റെ മധ്യത്തിൽ അവരുടെ മിന്നുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ അവരെ ഭീതിപ്പെടുത്തുന്ന ഒരു രൂപം കാണുവാൻ സാധിച്ചു. ചെളിയിൽ ഒരു വലിയ കടുവയുടെ കാൽപ്പാടുകൾ വെളിപ്പെടുത്തി. ഒരു ചെറു സംശയത്താൽ അവരുടെ അന്വേഷണം വീണ്ടും സൂക്ഷ്മതയോടെ നോക്കി. തടാകക്കരയിലെ നീണ്ടു നിൽക്കുന്ന പുല്ലിൽ കറുപ്പും തിളക്കവുമുള്ള എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. അവർ കുനിഞ്ഞ് തിളങ്ങുന്ന കറുപ്പിനെ സ്പർശിക്കുകയും മിന്നി തിളങ്ങുന്ന വെളിച്ചത്തിൽ വിരലിലേക്ക് നോക്കുമ്പോൾ അവ ചുവന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അത് രക്തമായിരുന്നു. അത് കണ്ടതും പേടിച്ചരണ്ടു പോയ അച്ഛനും മകനും തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് നിലവിളിച്ചോടിപ്പോയി. അങ്ങനെ വീണ്ടും 10 ദിവസങ്ങൾക്ക് ശേഷം നരഭോജി വീണ്ടും 3ാമത്തെ ആക്രമണം നടത്തി. പക്ഷേ ഇത്തവണ ആരും അതിനെപ്പറ്റി ആശങ്കപ്പെട്ടില്ല, അല്ലെങ്കിൽ സങ്കടപ്പെട്ടില്ല. ഒരു ഭ്രാന്തൻ ജോൽദാലിൽ എത്തിയിരുന്നു. അവൻ എവിടെ നിന്നാണ് വന്നത് എന്ന് ആ ഗ്രാമത്തിലെ ആർക്കും അറിയില്ലായിരുന്നു. ആരെങ്കിലും ദയ തോന്നിക്കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാണ് അവൻ കഴിഞ്ഞിരുന്നത്. രാത്രി കാലങ്ങളിൽ അടച്ചിട്ട ഏതെങ്കിലും കുടിലിന്റെ മുമ്പിൽ ഉറങ്ങുകയോ അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള ചെറിയ കടത്തിണ്ണയിൽ ഉറങ്ങുകയായിരുന്നു അവന്റെ പതിവ്. ഒരു സുപ്രഭാതത്തിൽ അവനെ കാണാതെയായി. ആ ഗ്രാമത്തിലുള്ള ആരും തന്നെ അവൻ എവിടെ പോയി എന്നുള്ള കാര്യം അന്വേഷിക്കുവാൻ നിന്നില്ല. കാരണം അവൻ അനാഥനാണല്ലോ. അതിനാൽ അവനെ ആരും അന്വേഷിച്ചില്ല.
2 ദിവസത്തിനു ശേഷം ഗ്രാമത്തിന് സമീപമുള്ള കാടിനുള്ളിൽ റോന്ത് ചുറ്റാൻ ഇറങ്ങിയ 2 ഫോറസ്റ്റ് ഗാർഡുകൾ കഴുകന്മാർ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. ഗാർഡുകൾ ആ വട്ടമിട്ട് പറക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. മാനോ പന്നിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളോ ചത്തു കിടക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് അവിടെ എത്തിയ ഫോറസ്റ്റ് ഗാർഡുകൾക്ക് കാണുവാൻ സാധിച്ചത് കുറെ എല്ലിൻ കഷ്ണങ്ങളും ഭ്രാന്തനായ ആ മനുഷ്യന്റെ തലയുമായിരുന്നു. പക്ഷേ അവർ മറ്റൊരു കാര്യം കണ്ട് വീണ്ടും ഭയന്ന് വിറച്ചു. അതിനു ചുറ്റും ഒരു വലിയ കടുവയുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ ഈ സംഭവങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ സാധിച്ചത്. അദ്ദേഹം ചിത്രദുർഗയിൽ നിന്നും ഭദ്രാവതിയിലേക്ക് പോകുന്ന വഴിയിൽ വേട്ടയാടുന്നതിനായി 2 ദിവസം ജോൽദാലിലെ ബംഗ്ലാവിൽ താമസിച്ചിരുന്നു. അപ്പോൾ ജോൽദാൽ ബംഗ്ലാവിലെ വാച്ചറിൽ നിന്നുമാണ് അദ്ദേഹം ഈ കടുവയെക്കുറിച്ചും അതിൻ്റെ ഇരയാകാൻ വിധിക്കപ്പെട്ട 3 സാധുക്കളെയും പറ്റി കേൾക്കുവാൻ സാധിച്ചത്. അദ്ദേഹം ബാംഗ്ലൂരിൽ തിരിച്ചെത്തിയപ്പോൾ ഈ സംഭവങ്ങളെല്ലാം എൻ്റെ സുഹൃത്ത് ജോ തോംസണുമായി പങ്കുവച്ചു. ഞാൻ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നാലെ പോകുന്നതിൽ വളരെയേറെ താല്പര്യനായിരുന്നതിനാൽ അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം ഉടൻ തന്നെ ഓടിവന്ന് എന്നെ അറിയിച്ചു. ഗുൽജൂരിലെ വാച്ച്മാന്റെ ദുർവിധി ഒരു ഞെട്ടലോടുകൂടെയാണ് ഞാൻ കേട്ടത്. ഉടൻ തന്നെ ഞാൻ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ജോൽദാലുവിലെ ഫോറസ്റ്റ് റേഞ്ചർക്ക് ഒരു കത്തെഴുതി. ഈ സംഭവങ്ങൾ ശരിവെച്ചുകൊണ്ട് 6 ദിവസം കൊണ്ട് ഞാൻ അയച്ച കത്തിന്റെ മറുപടി ലഭിച്ചു. മറുപടി ലഭിച്ചതും ഞാൻ കാറും എടുത്ത് ജോൽദാലുവിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നിന്നും വനപാതയിലൂടെ 11 മൈൽ നടന്ന് ഞാൻ ഗുൽജൂരിലെത്തി. എൻ്റെ പഴയ സുഹൃത്തായ ബംഗ്ലാവ് വാച്ച്മാനെ കണ്ടു. അയാൾ നിറ കണ്ണുകളോടെ എൻ്റെ അടുത്തേക്ക് സാബ് എന്നും വിളിച്ചു ഓടി വന്നു. അയാൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് തൻ്റെ മകളുടെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് എന്നോട് വിവരിച്ചു. അയാൾ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, അവൾക്ക് വേണ്ടി ഞാൻ ആ നരഭോജി കടുവയെ കൊന്ന് പ്രതികാരം ചെയ്യുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തു. ഗുൽജൂരിലെ ബംഗ്ലാവിൽ താമസിക്കുവാൻ അയാൾ എന്നെ നിർബന്ധിച്ചു. എന്നാൽ നരഭോജി കടുവയുടെ ഈ അടുത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ജോൽദാലിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരികെ പോകുവാൻ തീരുമാനിച്ചു. ആ കടുവയുടെ ശബ്ദം കേൾക്കുകയോ അതുമല്ലെങ്കിൽ അവന്റെ വല്ല സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയോ ചെയ്താൽ എന്നെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ വാച്ചറോട് യാത്ര പറഞ്ഞ് ജോൽദാലിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഞാൻ രാത്രി ബംഗ്ലാവിൽ ഉറങ്ങുകയായിരുന്നു. ഏകദേശം അർദ്ധരാത്രി ആയപ്പോഴേക്കും ഒരു കടുവയുടെ ഗർജനം കേട്ട് ഞാൻ ഉണർന്നു. ഞാൻ കിടന്നിരുന്ന മുറിയിൽ നിന്നും പുറത്തിറങ്ങി വരാന്തയിലുള്ള ചാരുകസയിലേക്കിരുന്നു. ഒരു പൈപ്പ് വലിച്ചുകൊണ്ട് കാടിനുള്ളിലെ ശബ്ദങ്ങൾക്ക് ചെവിയോർത്തിരുന്നു. മുമ്പ് ഞാൻ ഗുൽജൂർ സന്ദർശിക്കുമ്പോഴെല്ലാം എൻ്റെ കാറുകളെയും തോക്കുകളെയും വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആ കൊച്ചു പെൺകുട്ടിയുടെ സന്തോഷകരമായ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നു. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം ചുമന്നു കൊണ്ടുവന്ന ആ പെൺകുട്ടി വിവാഹത്തിന് കുറച്ച് ദിവസം മാത്രം അവശേഷിക്കെ ആ ക്രൂരനായ നരഭോജിക്കിരയായ സംഭവം എൻ്റെ മനസ്സിനെ വിട്ടുപോകുന്നില്ല. ഇങ്ങനെ ഞാൻ പല ചിന്തകളും ആലോചിച്ച് ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ആ കടുവയുടെ ഗർജനം വീണ്ടും മുഴങ്ങിക്കേട്ടു. ശബ്ദം കേട്ടതനുസരിച്ച് കടുവ ഗുൽജൂർ ദിശയിലേക്ക് നടന്നു നീങ്ങുകയാണെന്ന് എനിക്ക് തോന്നി. ഒരു പക്ഷേ ഗുൽജൂരിലേക്കുള്ള വനപാതയിലൂടെ അത് സഞ്ചരിക്കുകയായിരിക്കും. നേരം പുലർന്നതിന് ശേഷം ഞാൻ ഈ കാര്യം പരിശോധിക്കുവാൻ തീരുമാനിച്ചു. അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നതിനിടയിൽ ഞാൻ അറിയാതെ ഉറക്കത്തിന്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ സൂര്യൻ ഉദിക്കുന്നതിനായി കാത്തിരുന്നു. അതിരാവിലെ വനപാതയിലൂടെയുള്ള യാത്ര അപകടം വരുത്തും എനിക്കറിയാമായിരുന്നു. കാരണം കടുവ വഴിയരികിലെ കുറ്റിക്കാടിനുള്ളിൽ പതിഞ്ഞിരിക്കുവാൻ സാധ്യത ഏറെയാണ്. സൂര്യൻ ഉദിച്ച് ചൂട് വരുന്നതോടെ ശരീരം ചൂടാകാതിരിക്കുവാൻ കടുവ ഉൾക്കാടിനുള്ളിലേക്ക് പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. സൂര്യൻ ഉദിച്ചതിനു ശേഷം ബംഗ്ലാവിന് 2 മൈൽ അകലെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചു. ഒരു വലിയ ആൺകടുവയുടെ കാൽപ്പാടുകളായിരുന്നു അത്. അവിടെ നിന്നും കടുവ ഒരു ഇടുങ്ങിയ മലയിടുക്കിലൂടെ കടന്ന് ഗുൽജൂർ ദിശയിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിക്കും വിധമായിരുന്നു ആ കാൽപ്പാടുകൾ. അവിടെ നിന്നും വരണ്ട ഒരു അരുവിയുടെ കരയിലൂടെ വലത്തോട്ട് കയറി വീണ്ടും ഗുൽജൂർ ദിശയിലേക്ക് പോകുന്നതായി കാണപ്പെട്ടു. അവിടെ നിന്നും കട്ടിയേറിയ അടിക്കാടുകൾക്കിടയിൽ കടുവയുടെ കാൽപ്പാടുകൾ എനിക്ക് നഷ്ടമായി. കടുവ യഥാർത്ഥത്തിൽ ഗുൽജൂരിലേക്ക് പോയിരിക്കുമോ അതോ ഇനി മറ്റേതെങ്കിലും ദിശയിലേക്ക് സഞ്ചരിച്ചിരിക്കുമോ എന്ന് അറിയുവാൻ ഞാൻ അതേ പാതയിൽ തന്നെ മുന്നിലേക്ക് ഗുൽജൂർ ദിശ
ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ഈ കടുവ തന്നെയാണ് നരഭോജി എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവൻ സഞ്ചരിച്ച പാതയിൽ മുഴക്കിയ അഹങ്കാരത്തോടെയുള്ള ആ മുരൾച്ചകൾ തന്നെ ധാരാളമായിരുന്നു എനിക്കത് മനസ്സിലാക്കുവാൻ. അരുവിക്കരയിലൂടെ ഗുൽജൂരിലേക്കുള്ള 1 മൈൽ നടത്തത്തിൽ വീണ്ടും എനിക്ക് കടുവയുടെ ട്രാക്കുകൾ കാണുവാൻ സാധിച്ചു. അവിടെയും ഇവിടെയുമുള്ള ചില വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ കടുവ അതേ നടപ്പാത പിന്തുടർന്ന് ഗുൽജൂർ ദിശയിലേക്ക് നടന്നു നീങ്ങിയതായി എനിക്ക് തോന്നി. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞാൻ ഗുൽജൂരിലേക്കുള്ള 11 മൈൽ പിന്തുടരുവാൻ എനിക്ക് 5 മണിക്കൂർ സമയമെടുത്തു. താമസിയാതെ ഞാൻ ഗുൽജൂരിലുള്ള ഫോറസ്റ്റ് ബംഗ്ലാവിലെത്തി. ഞാൻ അവിടെയുള്ള വാച്ച്മാനെ കണ്ടു. അയാളുടെ പേര് അനന്തസ്വാമി എന്നായിരുന്നു. മുമ്പ് ആ കടുവയുടെ ആക്രമണത്തിന് ഇരയായ ആ പെൺകുട്ടിയുടെ അച്ഛൻ. തലേ ദിവസം കടുവയുടെ ശബ്ദം കേട്ട കാര്യവും ഞാൻ ഈ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഗുൽജൂരിൽ എത്തിയ കാര്യവും ഞാൻ അയാൾക്ക് വിവരിച്ചു കൊടുത്തു. അത് കേട്ടതും അയാൾ പറഞ്ഞു, സാബ്, ഞാൻ ഇന്ന് 4 മണിക്ക് ഉണർന്നു എന്നും എന്നാൽ ഞാൻ ഈ പരിസരത്ത് കടുവയുടെ ശബ്ദം ഒന്നും കേട്ടില്ല എന്നും അയാൾ എന്നോട് പറഞ്ഞു. പക്ഷേ ഏകദേശം പുലർച്ചെ 4:30 ശേഷം ബംഗ്ലാവിന്റെ തെക്കുഭാഗത്തു നിന്നും പുള്ളിമാനിന്റെയും മ്ലാവുകളുടെയും മുന്നറിയിപ്പ് ശബ്ദം കേട്ടതായി അനന്തസ്വാമി എന്നോട് പറഞ്ഞു. അത് കടുവ ഗുൽജൂരിൽ എത്തി എന്നതിന്റെ അടയാളമായിരിക്കുമെന്ന് ഞങ്ങൾ ഇരുവരും അനുമാനിച്ചു. ഒരു പുലിയോ അല്ലെങ്കിൽ ഒരു കടുവയോ നരഭോജിയായി എന്നതിനർത്ഥം അത് മനുഷ്യമാംസം മാത്രമേ ഭക്ഷിക്കൂ എന്നതല്ല. അത് തന്റെ സ്വാഭാവിക ഇരയെ വേട്ടയാടുന്നതിനൊപ്പം തന്നെ തക്കതായ അവസരം കിട്ടുമ്പോൾ മനുഷ്യരെയും ഇരയാക്കും എന്നതാണ്. ഈ നരഭോജി കടുവക്ക് ജോൽദാലിൽ വന്യമൃഗങ്ങളെ ഒന്നും അതുമല്ലെങ്കിൽ മനുഷ്യരെയോ ലഭിക്കാത്തത് കൊണ്ടായിരിക്കും അത് ഗുൽജൂരിലേക്ക് തന്നെ മടങ്ങി വന്നത്. ഗുൽജൂരിൽ അവശേഷിച്ചിരിക്കുന്ന ഏക മനുഷ്യൻ ഈ വാച്ചറായ അനന്തസ്വാമിയാണ്. അതിനാൽ അവന്റെ പെട്ടെന്നുള്ള വിശപ്പ് മാറ്റുവാൻ കടുവ ഒരു മാനിനെയോ മ്ലാവിനെയോ ഇരയാക്കുവാൻ സാധ്യത വളരെയേറെയാണ്. അതുമല്ലെങ്കിൽ തീർച്ചയായും കടുവ മുമ്പ് അനന്തസ്വാമിയുടെ മകൾ ഇരയാക്കപ്പെട്ട അരുവിക്കരയിലേക്ക് മറ്റൊരു മനുഷ്യന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചും വരാം. ഗുൽജൂരിൽ മനുഷ്യമാംസം ലഭിക്കാതെ വരുമ്പോൾ കടുവ തിരികെ ജോൽദാലിലേക്കോ അല്ലെങ്കിൽ ഭദ്രാവതി ചിത്രദുർഗ റോഡരികിലെ ഏതെങ്കിലും മനുഷ്യവാസ പ്രദേശങ്ങളോ ലക്ഷ്യമാക്കി പോകുവാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ നരഭോജിയെ വകവരുത്തിയേ മതിയാവൂ. അനന്തസ്വാമി എന്നോട് ഇവിടെ ഗുൽജൂരിൽ തന്നെ തുടരുവാൻ നിർബന്ധിച്ചു. പക്ഷേ ഞാൻ റൈഫിൾ മാത്രമേ എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ടോർച്ചും കമ്പിളി വസ്ത്രങ്ങളും മറ്റു ഭക്ഷണ സാമഗ്രികളെല്ലാം തന്നെ ജോൽദാലിലെ ബംഗ്ലാവിലായിരുന്നു. അന്നേ ദിവസം തിരിച്ചുപോയി അതെല്ലാം എടുത്ത് രാത്രിയാവുമ്പോഴേക്കും തിരിച്ചു വരുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അനന്തസ്വാമി മറ്റൊരു ആശയം മുന്നോട്ട് വെച്ചു. സാബ്, എൻ്റെ കയ്യിൽ 2 സെല്ലുള്ള ഒരു ടോർച്ച് ഉണ്ട് എന്നും ഞാനത് സാബിന് തരാമെന്നും എന്നോട് പറഞ്ഞു. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം, റാഗി ബോൾ കഴിക്കുവാൻ സാബ് തയ്യാറാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യവും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അന്നത്തെ ദിവസം പാഴാക്കി കളയുവാൻ എനിക്ക് താല്പര്യമേ ഇല്ലാത്തതിനാൽ അനന്തസ്വാമിയുടെ കൂടെ തന്നെ അവിടെ നിൽക്കുവാൻ തീരുമാനിച്ചു. പിന്നീട് നരഭോജി വേട്ടക്കായി ഒരു പദ്ധതി തയ്യാറാക്കുവാൻ ഞങ്ങൾ ആലോചിച്ചു. എന്നും ചെയ്യുന്നത് പോലെ കടുവയ്ക്ക് ഇരയായി കെട്ടുവാൻ ഗുൽജൂരിൽ കന്നുകാലികൾ ഒന്നുമില്ല. കാരണം മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, ഗുൽജൂരിൽ ഇപ്പോൾ മനുഷ്യനായിട്ട് അവശേഷിക്കുന്നത് അനന്തസ്വാമി മാത്രമാണെന്ന്. പിന്നീട് ആകെയുള്ളത് അനന്തസ്വാമിയുടെ ഒരു വളർത്തു നായയായിരുന്നു. ആ നായയെ ഇരയായി കെട്ടുവാൻ എന്തോ അന്നത്തെ ദിവസം എനിക്ക് മനസ്സിൽ താല്പര്യം വന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു പുലിക്കഥയിൽ ഒരു പ്രാവശ്യം നായയെ ഇരയാക്കി കെട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ വളരെ വിഷമത്തോടെയായിരുന്നു ഞാൻ ആ നായയെ ഇരയാക്കി കെട്ടിയത്. പിന്നെ അന്നുള്ള സാഹചര്യത്തിലല്ല ഇന്ന്. അന്ന് നമ്മൾ പുലിക്ക് വേണ്ടിയിട്ടായിരുന്നു കെണിവെച്ചിരുന്നത്. പക്ഷേ ഇവിടെ വില്ലൻ കടുവയാണ്. പുലികളെപ്പോലെ കടുവകൾ നായയെ ഭക്ഷിക്കാറുമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ആരെ കെണിയാക്കി നിർത്തുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അനന്തസ്വാമി ഒരു അഭിപ്രായവുമായി മുന്നിൽ വന്നു. സാബ്, ആ നരഭോജി കടുവയ്ക്ക് ഇരയായി അരുവിക്കരയിൽ ഞാൻ തന്നെ ഇരിക്കാമെന്നും കടുവ എന്നെ കണ്ട് ആക്രമിക്കുവാൻ വരുമ്പോൾ സാബ് സുരക്ഷിതനായി ഏതെങ്കിലും ഏർമാടത്തിലോ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിലോ ഇരുന്ന് ആ നരഭോജിയെ വെടിവെച്ച് കൊല്ലാമല്ലോ. അയാളുടെ ദുഃഖവും അതുമൂലമുള്ള ധൈര്യവും എൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. എങ്കിലും വൈകാരികമായി തീരുമാനമെടുക്കേണ്ട സമയമായിരുന്നില്ല എന്ന് എൻ്റെ മനസ്സിൽ ബോധ്യമുണ്ടായിരുന്നു. ഒരു സുഹൃത്തിൻ്റെ ജീവൻ അപകടത്തിലാക്കുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
അതിനാൽ അയാളുടെ ആ അഭിപ്രായം ഞാൻ നിരസിച്ചു. ഭാര്യയുടെയും മകന്റെയും മരണശേഷം തനിക്ക് ആകെ കൂട്ടുണ്ടായിരുന്ന മകളെയും നഷ്ടപ്പെട്ടതിനാൽ തനിക്കിനി നഷ്ടപ്പെടാൻ ബാക്കിയൊന്നുമില്ല എന്നും ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ഞാനിതിന് തയ്യാറാണെന്ന് വീണ്ടും അയാൾ എന്നോട് അഭ്യർത്ഥിച്ചു. അയാളുടെ സങ്കടത്തോടെയുള്ള ആ വാക്കുകൾക്ക് ഞാൻ മറുപടി പറഞ്ഞു, കടുവയെ വെടിവെക്കുമ്പോൾ ടോർച്ച് പ്രകാശിപ്പിക്കുവാൻ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. അതിനാൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം. കാരണം റൈഫിളിൽ ടോർച്ച് ഘടിപ്പിക്കുന്നതിനുള്ള ക്ലാമ്പ് ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, എൻ്റെ സാധന സാമഗ്രികളെല്ലാം എടുക്കാതെയാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നത് എന്നുള്ളത്. അത് കേട്ടതും അനന്തസ്വാമി എന്നോട് പറഞ്ഞു, ഞാൻ ടോർച്ച് പിടിച്ചുകൊണ്ട് അരുവിക്കരയിൽ ഇരുന്നു കൊള്ളാമെന്നും കടുവ വരുമ്പോൾ വെടിവെക്കുവാൻ വേണ്ടി ടോർച്ച് തെളിയിച്ചു കാണിക്കാമെന്നും അയാൾ എന്നോട് മറുപടി പറഞ്ഞു. അത് പറഞ്ഞ് അയാൾ മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുറഞ്ഞ ഗൗരവത്തിൽ ഞാൻ വേണ്ട എന്ന് തറപ്പിച്ചു പറഞ്ഞു. അയാൾ ഒരു ചെറു സങ്കടത്തോടെ എൻ്റെ മുന്നിൽ മൗനമായിട്ടിരുന്നു. എന്നാൽ അയാളുടെ ഈ ഒരു പദ്ധതിയിൽ നിന്നും ഞാൻ മറ്റൊരു പുതിയ ഒരു ആശയം രൂപപ്പെടുത്തി. ഒരു ഡമ്മി മനുഷ്യനെ തയ്യാറാക്കി അരുവിക്കരയിൽ സ്ഥാപിക്കുക. കടുവ യഥാർത്ഥ നരഭോജിയാണെങ്കിൽ അത് ഉറപ്പായും ആ ഡമ്മി മനുഷ്യനെ ആക്രമിക്കും. ആ സമയത്ത് എനിക്ക് ഏതെങ്കിലും മരത്തിനു മുകളിലോ അതുമല്ലെങ്കിൽ ഏറുമാടത്തിലോ ഇരുന്ന് കടുവയെ എനിക്ക് വെടിവെക്കുവാൻ സാധിക്കും. എൻ്റെ ഈ പദ്ധതി കേട്ടതോടെ അനന്തസ്വാമി വീണ്ടും ആവേശത്തിലായി. അയാൾ ഉടൻ തന്നെ, വരൂ സാബ്, നമുക്ക് അരുവിക്കരയിലേക്ക് പോയി ഡമ്മി മനുഷ്യനെ സ്ഥാപിക്കാനും നരഭോജിയെ ഒളിച്ചിരുന്ന് വെടിവെക്കുവാനുള്ള സ്ഥലവും കണ്ടെത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇരുവരും അരുവിക്കര ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. പാറയിടുക്കിലൂടെ കളകളാരം ഒഴുകി വരുന്ന അരുവി ഒരു ചെരുവിലൂടെ ഒഴുകി വരുന്ന സ്ഥലത്ത് ഒരു ചെറിയ കുളം പോലെ രൂപപ്പെട്ടിരുന്നു. ആ കുളത്തിൽ നിന്നുമാണ് വർഷങ്ങളായിട്ട് അനന്തസ്വാമിയും മകളും വെള്ളം എടുത്തിരുന്നത്. അതിന് ചുറ്റുപാടും നനവുള്ള മണ്ണിന്റെ സാധ്യത ഏറെയായതുകൊണ്ട് തന്നെ അരുവിയുടെ കരയിൽ കട്ടിയേറിയ പുല്ലുകൾ വളർന്നിട്ടുണ്ടായിരുന്നു. കുളത്തിന്റെ ഭാഗത്തുള്ള പുല്ലുകളെല്ലാം അനന്തസ്വാമിയും മകളും ചേർന്ന് നേരത്തെ തന്നെ മുറിച്ചു കളഞ്ഞിരുന്നു. അവിടെയൊന്നും ആ കടുവയെ മറഞ്ഞിരുന്ന് വെടിവെക്കുവാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. വലിയ മരങ്ങളെല്ലാം കുറച്ച് അകലെയാണ്. അതിനു മുകളിൽ ഞാൻ ഏർമാടം നിർമ്മിച്ചാൽ അരുവിക്കര വരെ കാഴ്ചകൾ സാധ്യമല്ല. അത് മാത്രവുമല്ല, അനന്തസ്വാമി എനിക്ക് തന്ന ടോർച്ചിന്റെ പ്രകാശം മരത്തിന്റെ മുകളിൽ ഇരുന്ന് അത്രയും ദൂരത്തേക്ക് എത്തുകയുമില്ല. കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരുന്നാൽ പിന്നിൽ നിന്നോ സൈഡിൽ നിന്നോ ആ നരഭോജിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ സാധിക്കില്ല. ഞങ്ങൾ ഇരുവരും വീണ്ടും ആശയക്കുഴപ്പത്തിലായി. ഞാൻ അനന്തസ്വാമിയോട് ചോദിച്ചു, എന്തെങ്കിലും ആശയം ഉണ്ടോ എന്ന്. അനന്തസ്വാമി ഒന്ന് ആലോചിച്ചു പറഞ്ഞു, ഇല്ല സാബ്, എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല. ഇനി എന്ത് ചെയ്യും? ലൻഡാനകളും മുൾച്ചെടികളും പുല്ലുകളും വളർന്നു നിൽക്കുന്ന ആ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതിനായി എന്തെങ്കിലും ചെറിയ ഒരു നിർമ്മിതി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ മുന്നോട്ടുള്ള പദ്ധതി നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നു. ബംഗ്ലാവിലെ ആ 2 പഴയ ഇരുമ്പ് കട്ടിലുകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് ഞാൻ അനന്തസ്വാമിയോട് ചോദിച്ചു. അത് അവിടെ ഉണ്ട് സാബ്, അയാൾ മറുപടി പറഞ്ഞു. ഞാൻ വീണ്ടും അയാളോട് ചോദിച്ചു, അതുപോലെയുള്ള മൂന്നാമത് ഒന്നുകൂടെ അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. എന്നാൽ കിടന്നിറങ്ങുവാൻ എന്തിനാണ് 3 കട്ടിൽ എന്നുള്ള മട്ടിൽ അയാൾ അന്തം വിട്ട് ആലോചിച്ചു നിന്നു. ഞാൻ വീണ്ടും അയാളോട് ചോദ്യം ആവർത്തിച്ചു, മൂന്നാമത് ഒരു കട്ടിൽ കൂടി അവിടെ ഉണ്ടോ? അയാൾ ഇല്ല സാബ് എന്ന മറുപടി പറഞ്ഞു. ഉടൻ തന്നെ നമുക്ക് ബംഗ്ലാവിലേക്ക് പോയി അവിടെയുള്ള എല്ലാ ഫർണിച്ചറുകളും പരിശോധിക്കണമെന്ന് ഞാൻ അനന്തസ്വാമിയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുവരും തിരിച്ച് ബംഗ്ലാവിലേക്ക് തന്നെ മടങ്ങിയെത്തി. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 2 ഇരുമ്പ് കട്ടിലുകൾ കൂടാതെ ഒരു ഡൈനിങ് ടേബിളും കുറച്ച് കസേരകളും ഒരു അലമരയുമാണ് അവിടെ മിച്ചമുണ്ടായിരുന്നത്. എൻ്റെ മനസ്സിൽ പുതുതായി വന്ന ആശയം ഞാൻ അനന്തസ്വാമിയോട് പങ്കുവെച്ചു. ഈ കട്ടിലുകളും കസേരയും ഉപയോഗിച്ച് കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുവാൻ ഒരു കൂടാരം നിർമ്മിക്കാമെന്ന് ഞാൻ അനന്തസ്വാമിയോട് പറഞ്ഞു. അതുവരെ ഞാൻ എന്തിനാണ് ഈ ഫർണിച്ചറുകളെല്ലാം തിരഞ്ഞു നടക്കുന്നത് എന്ന് ആലോചിച്ച് അന്തം വിട്ടിരുന്ന അനന്തസ്വാമി എൻ്റെ ഈ പുതിയ പദ്ധതി കേട്ടതോടെ ആവേശത്തിലായി. ഇതുപോലെ ഒരു ആശയം ഞാൻ ആദ്യമായി കേൾക്കുകയാണെന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടി അയാൾ ആവേശത്തിൽ ചിരിച്ചു. അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്, വേഗം നിങ്ങളുടെ റാഗി ബോൾ തയ്യാറാക്കൂ എന്ന് ഞാൻ അനന്തസ്വാമിയോട് പറഞ്ഞു. അയാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് വേണ്ടി റാഗി ബോൾ തയ്യാറാക്കി കൊണ്ടുവന്നു. ആരോഗ്യത്തിന് വളരെ നല്ലതാണെങ്കിലും
കഴിക്കുവാൻ നാവിന് തീരെ രുചിയില്ലാത്ത ഭക്ഷണമാണ് റാഗി ബോൾ. ഞാനത് കഴിച്ചു തീരുവാൻ വളരെയധികം ബുദ്ധിമുട്ടി. അനന്തസ്വാമി ഞൊടിയിടയിൽ ഇതിനോടകം 2 റാഗി ബോളുകൾ അകത്താക്കി. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഇരുവരും ഓരോ കട്ടിലുകൾ ചുമന്ന് അരുവിക്കരയിലേക്ക് നടന്നു നീങ്ങി. അത് അവിടെ വെച്ചതിന് ശേഷം തിരികെ ബംഗ്ലാവിലേക്ക് വന്ന് കസേരയെടുത്ത് വീണ്ടും അരുവിക്കരയിലേക്ക് നടന്നു നീങ്ങി. ആദ്യത്തെ കട്ടിൽ കാലുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ സ്ഥാപിച്ചു. രണ്ടാമത്തതും കാലുകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ ചെരിച്ച് ആദ്യത്തെ കട്ടിലുമായി ബന്ധിപ്പിച്ചു. ഇപ്പോൾ കാഴ്ചക്ക് ഒരു ത്രികോണം പോലെയുള്ള ഒരു കൂടാരമായി മാറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ നിർമ്മിതി. അതിൻ്റെ പിൻഭാഗം ബംഗ്ലാവിൻ്റെ ഭാഗത്തേക്കും മുൻഭാഗം അരുവിയുടെ കരയിലേക്കും വരുന്ന രീതിയിലായിരുന്നു അത് സ്ഥാപിച്ചിരുന്നത്. പിൻഭാഗത്ത് ഒരു കസേര ബന്ധിച്ച് ആ ഭാഗവും അടച്ചു വെച്ചു. പിന്നീട് മരച്ചില്ലകളും പുല്ലുകളും മുൾച്ചെടികളും ഉപയോഗിച്ച് ഈ കൂടിന് മുകളിൽ കടുവയ്ക്ക് സംശയം വരാത്ത രീതിയിൽ മറ സൃഷ്ടിച്ചു. കൂടാരത്തിന്റെ പിൻഭാഗം അല്പം ദുർബലമായിരുന്നു. കാരണം അവിടെ ഒരു കസേര മാത്രമേ സ്ഥാപിച്ചിരുന്നുള്ളൂ. എന്നാൽ പിൻഭാഗം ബംഗ്ലാവിന്റെ ദിശയിലേക്കായതിനാൽ ആ ഭാഗത്തു നിന്നും കടുവ വരാനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. എന്തായാലും ഞങ്ങളുടെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ സമയം ഏതാണ്ട് 5 മണി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഡമ്മി മനുഷ്യനെ കൂടി നിർമ്മിക്കേണ്ടതുണ്ട്. അതിനായി ഞങ്ങൾ വേഗം അനന്തസ്വാമിയുടെ കുടിലിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിയപ്പോൾ ഞാൻ റൂമിനുള്ളിൽ ഒന്ന് മൊത്തത്തിൽ നിരീക്ഷിച്ചു. എൻ്റെ നിരീക്ഷണത്തിൽ അനന്തസ്വാമി ഉപയോഗിക്കുന്ന പഴയ ഒരു തലയിണ കാണുവാൻ സാധിച്ചു. ഞാൻ തലയിണയും ഒരു ജോഡി പഴയ ഡ്രസ്സും എടുത്ത് വീടിൻ്റെ വെളിയിൽ വന്ന് ഒരു ഡമ്മി മനുഷ്യനെ ഉണ്ടാക്കുവാൻ തുടങ്ങി. അങ്ങനെ തലയിണയും മുളം കമ്പുകളും മൺകലവും പഴയ വസ്ത്രങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത വിധത്തിൽ ഒരു ഡമ്മി മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തു. പിന്നീട് ചായ കുടിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ സമയം ഉണ്ടായിരുന്നില്ല. സമയം ഏതാണ്ട് രാത്രിയാവാനായിരുന്നു. ഞങ്ങൾ അരുവിക്കര ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ഞങ്ങൾ നിർമ്മിച്ച ഡമ്മി മനുഷ്യനെ ആ കുളത്തിൽ നിന്നും വെള്ളം എടുക്കുന്ന രീതിയിൽ സ്ഥാപിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരത്തെ നിർമ്മിച്ച കൂടാരത്തിനുള്ളിലിരുന്നു. ഞാൻ അനന്തസ്വാമിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ തുടങ്ങി. ഒരിക്കലും സംസാരിക്കുവാൻ പാടില്ല എന്നും കടുവയുടെ എന്തെങ്കിലും സാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ കാൽമുട്ടുകൊണ്ട് പതിയെ എന്നെ തട്ടി സിഗ്നൽ തരണമെന്നും കൊതുകുകളോ ചെറുപ്രാണികളോ കടിക്കുകയാണെങ്കിൽ അവയെ ഒരിക്കലും ഉച്ചത്തിൽ അടിക്കാൻ പാടില്ല എന്നും മറിച്ച് ഊതി അകറ്റുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നും ഞാൻ നിർദ്ദേശിച്ചു. ഇങ്ങനെ പ്രാണികളെയോ കൊതുകുകളെയോ അടിക്കുമ്പോൾ ശബ്ദം കേട്ട് കടുവക്ക് മനസ്സിലാകും ഞങ്ങൾ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കടുവ ഡമ്മി മനുഷ്യന്റെ അടുത്തെത്തി ഡമ്മി മനുഷ്യനെ ആക്രമിക്കും. അപ്പോൾ ചോരയും മാംസവും കാണാത്തതിനെ തുടർന്ന് നരഭോജി ആശയക്കുഴപ്പത്തിലാവും. ആ സമയത്ത് ടോർച്ച് കൃത്യമായി കടുവക്ക് നേരെ തെളിയിച്ചു പിടിക്കണം. പിന്നീട് എന്തു വന്നാലും പതറുകയോ ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്യരുത് എന്നും ഒരു പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് ടോർച്ച് തെളിയിച്ചില്ലെങ്കിൽ നമ്മുടെ 2 പേരുടെ ജീവനും അപകടത്തിലാവും. കാരണം നമുക്ക് കടുവയെ രാത്രിയിൽ കാണുവാൻ സാധിക്കില്ലെങ്കിലും കടുവക്ക് ശരിക്കും നമ്മളെ കാണുവാൻ സാധിക്കും. ഇത് കേട്ടതും അനന്തസ്വാമി പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട സാബ്, ഞാൻ അങ്ങനെ ഒരിക്കലും കുഴപ്പത്തിലാക്കില്ല. എൻ്റെ കൺമറഞ്ഞു പോയ മകൾക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കുമെന്ന് ഉറച്ച തീരുമാനത്തോടെ മറുപടി പറഞ്ഞു. അങ്ങനെ സമയം മുന്നോട്ട് എഴിഞ്ഞു നീങ്ങി. ചുറ്റുപാടും ഇരുട്ടി വീഴുവാൻ തുടങ്ങി. സൂര്യൻ ക്രമേണ ഞങ്ങളുടെ പിന്നിലുള്ള മലനിരകൾക്കിടയിലേക്ക് മായുവാൻ തുടങ്ങി. എങ്ങും കൂരാകൂരിരുട്ട് പടരുവാൻ തുടങ്ങി. പകൽ പക്ഷികളുടെ സംഗീതം പോലെയുള്ള ശബ്ദങ്ങൾ രാത്രി പക്ഷികളുടെ നിലവിളികൾക്ക് വഴിമാറി. അതോടെ കൊതുകുകളും ചെറുപ്രാണികളുടെയും ശല്യം രൂക്ഷമായി. അവയുടെ കടിയിൽ ചൊറിച്ചിൽ അസഹനീയമായതോടെ ഞാൻ അവയെ ഊതി അകറ്റുവാൻ തുടങ്ങി. എൻ്റെ അരികിൽ അനന്തസ്വാമിയും അതുപോലെ തന്നെ കൊതുകുകളെ ഊതി അകറ്റുന്ന തിരക്കിലായിരുന്നു. ഞാൻ എൻ്റെ വാച്ചിലേക്ക് സമയം നോക്കി. സമയം ഏതാണ്ടിപ്പോൾ 8 മണി ആയിട്ടുണ്ട്. കാടിനുള്ളിൽ നിന്നും മാനുകളുടെയും മ്ലാവിൻ്റെയും ഒരു മുന്നറിയിപ്പ് ശബ്ദവും കേൾക്കുവാൻ സാധിക്കുന്നില്ല. ഏതാണ്ട് 10 മണി വരെ ഇങ്ങനെ ശാന്തമായിരുന്നു. ഒരു മൃഗങ്ങളുടെയും ശബ്ദം വെളിവാക്കുന്ന സാന്നിധ്യം ഒന്നും തന്നെ ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചില്ല. ഒരു പക്ഷേ കടുവ മറ്റേതെങ്കിലും ദിശയിലേക്ക് പോയിരിക്കുന്നു എന്ന് ഞാൻ നിരാശയോടെ മനസ്സിൽ ആലോചിക്കുവാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയം ഒരു നിഗൂഢമായ നിലവിളി ശബ്ദം ഉയർന്നു വന്നു. അതെ, അതൊരു കുറുക്കന്റെ ശബ്ദമായിരുന്നു. കാടിനുള്ളിൽ വളരെ അപൂർവമായി മാത്രമേ ഈ ശബ്ദം കേൾക്കുവാനാവുകയുള്ളൂ.
ആദിവാസികൾ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും മാംസബുക്കായ മൃഗങ്ങളെ ഇരയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് കുറുക്കൻ ഇത്തരത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഇത്തരത്തിലുള്ള പങ്കാളിത്തത്തിലൂടെ ഇരയാക്കപ്പെട്ട മൃഗത്തിന്റെ എല്ലിൻ കഷ്ണത്തിന്റെ അവകാശം അവ സ്ഥാപിച്ചെടുക്കും. അങ്ങനെ ആ കുറുക്കന്റെ ശബ്ദം ഞങ്ങൾ നിൽക്കുന്നതിന്റെ അരികിലേക്ക് വരുന്നതായി എനിക്ക് തോന്നി. എൻ്റെ ഇടതുവശത്തിൽ നിന്നും കുറ്റിക്കാടുകൾക്കിടയിലൂടെയുള്ള നേർത്തതും എന്നാൽ തുടരെ ഉള്ളതുമായ കാൽപെരുമാറ്റം എൻ്റെ കാതിലേക്ക് കേൾക്കുവാൻ തുടങ്ങി. അതെ, അത് ഉറപ്പായും കുറുക്കൻ തന്നെ. അനന്തസ്വാമി ഈ സമയം എൻ്റെ കാലിൽ തട്ടി സിഗ്നൽ തരുവാൻ തുടങ്ങി. കുറുക്കൻ ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നത് നിർത്തിയിരിക്കുന്നു. ഒരു പക്ഷേ അത് ഞങ്ങൾ ഈ കുറ്റിക്കാട്ടിൽ ഇരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽ പെട്ടിരിക്കുമോ? എൻ്റെ മനസ്സിൽ ആശങ്ക രൂപപ്പെട്ട് ഞാൻ ആലോചിക്കുവാൻ തുടങ്ങി. കുറുക്കൻ അവന്റെ പങ്കാളിയായ നരഭോജി കടുവയെ ഞങ്ങളിലേക്ക് ആകുമോ നയിക്കുന്നത്? കുറുക്കൻ ഇടതുവശത്തുകൂടെ ശബ്ദം ഉണ്ടാക്കി ഒരു പക്ഷെ ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയായിരിക്കും. ആ സമയം പിന്നിലൂടെയോ അല്ലെങ്കിൽ എതിർദിശയിൽ നിന്നോ ആ നരഭോജി കടുവ ഞങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള ഭയം എന്നിൽ രൂപപ്പെട്ടു. നരഭോജി കടുവ പിന്നിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന തോന്നൽ എന്നെ ഭയപ്പെടുത്തി. എന്തോ പെട്ടെന്ന് എൻ്റെ കൈ വിറക്കുവാൻ തുടങ്ങി. ഞാൻ റൈഫിൾ തോളിലേക്ക് എടുത്തു വെച്ച് കൂരാക്കൂരിരുട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിപ്പിടിച്ചു നിന്നു. അങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയം പെട്ടെന്ന് എൻ്റെ ഇടതുഭാഗത്തു നിന്നും ആ കുറുക്കന്റെ ശബ്ദം വീണ്ടും ഉയർന്നു വന്നു. തൊട്ടുപുറകെ അവന്റെ പങ്കാളിയുടെ ഒരു ഘോരമായ ഗർജനവും വന്നു. ഞങ്ങളുടെ ദിശയിൽ നിന്നും പാഞ്ഞ കടുവ ഞൊടിയിടയിൽ ഡമ്മി മനുഷ്യന്റെ മേലെ ചാടി വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ടോർച്ച് തെളിയിക്കുവാൻ വേണ്ടി ഞാൻ അനന്തസ്വാമിയുടെ മുട്ടിൽ തോണ്ടി സിഗ്നൽ കൊടുത്തു. എന്നാൽ ഭയന്ന് വിറച്ച് അയാൾ ടോർച്ച് ഓണാക്കിയതുമില്ല, ആ കടുവയുടെ നേരെ പ്രകാശിപ്പിച്ചതുമില്ല. തൻ്റെ മകളെ നഷ്ടപ്പെട്ടപ്പോൾ കേട്ട അതേ ശബ്ദം. ഒരു പക്ഷേ അയാളെ തളർത്തിയിട്ടുണ്ടായിരിക്കണം ആ ശബ്ദം. ഞാൻ വീണ്ടും കാൽമുട്ടുകൊണ്ട് ശക്തിയായി അയാളെ തട്ടി നോക്കി. എന്നാൽ ഭയന്ന് വിറച്ച അയാൾ ടോർച്ച് നേരെ എൻ്റെ മുഖത്തേക്ക് തെളിയിച്ചു. ടോർച്ചിന്റെ പെട്ടെന്നുള്ള പ്രകാശം എൻ്റെ കണ്ണുകളെ അന്ധമാക്കി. ഞാൻ ദേഷ്യത്തോടെ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്നും ടോർച്ച് പിടിച്ചു വാങ്ങി ഡമ്മി ഇരുന്ന ദിശയിലേക്ക് തെളിയിച്ചു നോക്കി. ടോർച്ചിന്റെ പ്രകാശത്തിൽ കടുവയുടെ മങ്ങിയ കണ്ണുകളെ എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ വീണ്ടും ടോർച്ച് അനന്തസ്വാമിക്ക് കൈമാറി. ടോർച്ച് നേരെ അവന്റെ നേർക്ക് തെളിയിച്ച് പിടിക്കുവാൻ ആവശ്യപ്പെട്ടു. അയാൾ ടോർച്ച് പ്രകാശിപ്പിച്ചു. എന്നാൽ അത് കടുവയുടെ നേർക്കായിരുന്നില്ല. വീണ്ടും ഞാൻ അയാളുടെ കയ്യിൽ നിന്നും ടോർച്ച് വാങ്ങി. ഒറ്റ കൈ കൊണ്ട് ഞാൻ ബാരൽ പിടിച്ച് അതിനു മുകളിൽ ടോർച്ച് തെളിയിച്ച് പിടിച്ചു. ഞാൻ ഡമ്മിയുടെ ദിശയിലേക്ക് വളരെ സൂക്ഷ്മതയോടെ നോക്കി. എന്നാൽ അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. കടുവ ഒരു ഗർജനം പുറപ്പെടുവിച്ച് കാടിനുള്ളിലേക്ക് പോയി മറഞ്ഞിരുന്നു. ഞാൻ ടോർച്ച് പ്രകാശിപ്പിച്ചു എല്ലാ ദിശയിലേക്കും അവന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയുവാൻ നോക്കി. എന്നാൽ എൻ്റെ കണ്ണുകൾക്ക് അവനെ അവിടെയൊന്നും കാണുവാൻ സാധിച്ചില്ല. ഒരു പക്ഷേ ആ നരഭോജി കടുവയുടെ പങ്കാളിയായ ആ കുറുക്കനെ അവിടെ കണ്ടിരുന്നെങ്കിലും ഞാൻ അവനു നേരെ വെടി ഉതിർത്തേനെ. എന്നാൽ അതിനെയും അവിടെ ഒന്നും കാണുവാൻ സാധിച്ചില്ല. ഏകദേശം 20 മിനിറ്റിന് ശേഷം ഞങ്ങൾ സ്ഥാപിച്ച ആ കൂട്ടിൽ നിന്നും എഴുന്നേറ്റ് നിരാശരായി ബംഗ്ലാവിലേക്ക് തിരികെ നടന്നു. നരഭോജി കടുവയേക്കാൾ ആ ചെകുത്താൻ കുറുക്കന്റെ ഉരിയിടലാണ് തന്നെ ഭയപ്പെടുത്തിയത് എന്ന് അനന്തസ്വാമി എന്നോട് പറഞ്ഞു. ആ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുപോലെ ഭാഗ്യവും നിർഭാഗ്യവും സമ്മാനിച്ചിരുന്നു. നിർഭാഗ്യം എന്തെന്നാൽ കടുവ ഞങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ ഡമ്മി വെച്ചുള്ള പദ്ധതി വിജയകരമായിരുന്നു. ആ കുറുക്കൻ ഞങ്ങളിലേക്ക് നയിച്ചില്ല എന്ന് മാത്രമല്ല, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കടുവയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. എന്തായാലും ഇനി പരസ്പരമുള്ള കുറ്റപ്പെടുത്തലിൽ കാര്യമില്ല. അതിനാൽ ഞങ്ങൾ നാളത്തേക്കുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. അങ്ങനെ അന്നത്തെ രാത്രി ഞങ്ങൾ ഉറങ്ങുവാൻ പോയി. അന്ന് നടന്ന കാര്യങ്ങൾ ഓർത്ത് പതിയെ ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് മുഴങ്ങിപ്പോയി. നേരം പുലർന്നപ്പോൾ അനന്തസ്വാമി എന്നെ വിളിച്ചുണർത്തി. പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിരാവിലെ തന്നെ ജോൽദാൽ ദിശയിലൂടെ ഞങ്ങൾ ഇരുവരും നടന്നു നീങ്ങി. എന്നാൽ കടുവ തിരികെ ജോൽദാലിലേക്ക് പോയ ഒരു സാന്നിധ്യവും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല. അതിനാൽ കടുവ ഗുൽജൂർ ഭാഗത്ത് തന്നെ തുടരുകയായിരിക്കും എന്ന് ഞങ്ങൾ അനുമാനിച്ചു. ഒരു ഉയരമുള്ള പ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ അതിന് ചുറ്റുവട്ടം ഒന്ന് നിരീക്ഷിച്ചു. എന്നാൽ ആകാശത്ത് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നതൊന്നും കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല.
അതിനർത്ഥം തലേ ദിവസം കടുവ ഇര പിടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. ഞങ്ങൾ വീണ്ടും ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. അന്ന് വൈകുന്നേരം തലേ ദിവസം നിന്നിരുന്ന ആ കുളക്കരയിലേക്ക് തന്നെ വീണ്ടും നടന്നു നീങ്ങി. തലേ ദിവസം കടുവ മറിച്ചിട്ട ഡമ്മി മനുഷ്യനെ വീണ്ടും അതേ സ്ഥാനത്തേക്ക് ശരിയായ രീതിയിൽ വെച്ചതിനു ശേഷം ഞങ്ങൾ വീണ്ടും കുറ്റിക്കാടിനുള്ളിലെ ഒളിത്താവളത്തിന്റെ ഉള്ളിലേക്കിരുന്നു. ഇനി അവൻ ഇങ്ങോട്ട് വരുമോ എന്ന് ഒരിക്കലും ഉറപ്പില്ല. എങ്കിലും ഞങ്ങളുടെ മുമ്പിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ആ നരഭോജിയെ പറ്റി പുതിയ പദ്ധതിയൊന്നും തരപ്പെട്ടില്ല. അങ്ങനെ സമയം രാത്രിയായി. ഏതാണ്ട് 9 മണിക്ക് ശേഷം കാടിനുള്ളിൽ നിന്നും പുള്ളിമാനുകളുടെ മുന്നറിയിപ്പ് ശബ്ദം എൻ്റെ ചെവിയിലേക്ക് വന്നു പതിച്ചു. പിന്നീട് അത് മ്ലാവുകൾ ഏറ്റെടുത്തു. കുറച്ച് സമയത്തിന് ശേഷം ഒരു പുള്ളിമാനിന്റെ ദയനീയമായ നിലവിളി ശബ്ദം കേൾക്കുവാൻ സാധിച്ചു. ഞങ്ങൾ ഇരുന്നതിന്റെ തെക്കുഭാഗത്ത് നിന്നായിരുന്നു ശബ്ദം കേട്ടിരുന്നത്. കടുവ ഒരു പക്ഷേ മാനിനെ ഇരയാക്കുന്നതിൽ വിജയിച്ചിരിക്കാം. പിന്നീട് കാടിനുള്ളിൽ നിന്നും മറ്റൊരു ശബ്ദം ഒന്നും തന്നെ കേട്ടില്ല. ഞാൻ മറ്റെന്തെങ്കിലും ശബ്ദം കേൾക്കുമോ എന്ന് ആലോചിച്ച് ചെവിയോർത്തിരുന്നു. രാത്രി ഏകദേശം 1 മണിയായപ്പോൾ അനന്തസ്വാമി ഉറങ്ങുവാൻ തുടങ്ങി. അത് കാണുമ്പോൾ എനിക്കും ഉറക്കം വന്നെങ്കിലും രണ്ടുപേരും ഉറങ്ങുന്നത് അപകടമായതിനാൽ ഞാൻ ഉറങ്ങാതെ ആ നരഭോജി കടുവയെയും കാത്ത് ഉണർന്നിരുന്നു. പക്ഷേ അന്നത്തെ കാത്തിരിപ്പിൽ അവന്റെ മറ്റൊരു സാന്നിധ്യവും കാണുവാൻ സാധിച്ചില്ല. അതിരാവിലെ വെട്ടം വന്നപ്പോൾ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് തിരികെ ബംഗ്ലാവിലേക്ക് നടന്നു. അനന്തസ്വാമി തന്റെ റാഗി ബോളുകൾ പാചകം ചെയ്യുവാൻ തുടങ്ങി. ഭയപ്പെടുത്തുന്ന ആ ഭക്ഷണത്തിനായി ഞാൻ കാത്തിരിക്കാതെ ക്ഷീണം കാരണം ഞാൻ നേരെ എൻ്റെ കട്ടിലിലേക്ക് ഉറങ്ങുവാൻ പോയി. അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഞാൻ ഉണർന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു റാഗി ബോൾ ഒരു പാത്രത്തിലായി എൻ്റെ ഇടതുവശത്ത് അനന്തസ്വാമി വെച്ചിരുന്നു. അതിൻ്റെ അടുത്തായി ഒരു കപ്പ് ചായയും. മുറിയുടെ മറ്റൊരു കോണിൽ അനന്തസ്വാമി സുഖമായി കിടന്നുറങ്ങുന്നുമുണ്ട്. രുചി ഒട്ടുമില്ലാത്ത ആ ഭക്ഷണം ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടി കഴിക്കുവാൻ തുടങ്ങി. അതിലൽപ്പം ഉപ്പോ മധുരമോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ തണുത്ത ചായയിലേക്ക് തിരിഞ്ഞു. അത് ഒറ്റ ഷിപ്പിൽ നീട്ടി വലിച്ചു കുടിച്ചു. അതിനൽപ്പം സ്വാദെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ പുറത്തേക്കിറങ്ങി വളരെ പ്രതീക്ഷയോടെ ആകാശത്തേക്ക് കണ്ണോടിച്ചു നോക്കി. എന്നാൽ കഴുകന്മാരുടെ ഒരു സാന്നിധ്യവും കാണുവാൻ സാധിച്ചില്ല. തലേ ദിവസം കടുവ ഇര പിടിച്ചു എന്നതിൽ സംശയമില്ല. അത് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രമേ ഇനി പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ തലേ ദിവസം മാനിന്റെ ആ ദയനീയമായ നിലവിളി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എൻ്റെ റൈഫിളും തോളിൽ വെച്ച് ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. വളരെയേറെ സാവധാനത്തിൽ ജാഗ്രതയോടെ കുറ്റിക്കാടിനുള്ളിലേക്കും കണ്ണോടിച്ചുകൊണ്ട് ഞാൻ ആ മാനിനെയും തിരഞ്ഞ് നടന്നു നീങ്ങുവാൻ തുടങ്ങി. ഞാൻ അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴും കടുവയുടെ പുതിയ ട്രാക്കുകൾ വല്ലതും കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കി. പക്ഷേ ആ നരഭോജി കടുവയുടെ പുതിയ കാൽപ്പാടുകൾ ഒന്നും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല. ഇരയെ പിടിച്ച അവശേഷിപ്പുകളും കാണുവാൻ സാധിച്ചില്ല. ഞാൻ ശബ്ദം കേട്ട സ്ഥലങ്ങളെല്ലാം നോക്കി. പക്ഷേ അവിടെയൊന്നും അവൻ്റെ യാതൊരു സൂചനയും ആ മാനിൻ്റെയും ഒന്നും കാണുവാൻ സാധിച്ചില്ല. അപ്പോഴേക്കും സമയം ഏതാണ്ട് 4 മണിയായി. ഇനി അവനെ തിരിഞ്ഞ് ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ബംഗ്ലാവ് ലക്ഷ്യമാക്കി തിരികെ നടക്കുവാൻ തുടങ്ങി. ഒരു ചെറിയ മാനിനെയോ മറ്റോ ഇരയായി അവന് കിട്ടിയത് എങ്കിൽ തീർച്ചയായും ഇന്നു രാത്രിയിലും അവൻ ഇര തേടാൻ ഇറങ്ങും. അങ്ങനെ ആലോചിച്ച് ഞാൻ ഏകദേശം 4:30 അനന്തസ്വാമിയുടെ കുടിലിൽ തിരികെ എത്തി. അയാൾ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ചൂട് ചായ നന്ദിയോടെ ഞാൻ വാങ്ങിച്ചു കുടിച്ചു. മറ്റൊരു റാഗി ബോൾ കൂടി കഴിക്കുന്നതിനുള്ള അനന്തസ്വാമിയുടെ ക്ഷണം ഞാൻ നിരസിച്ചു. അനന്തസ്വാമി എന്നോട് ചോദിച്ചു, എന്താണ് അടുത്ത പരിപാടി എന്ന്. ഞാൻ അനന്തസ്വാമിയോട് പറഞ്ഞു, നമ്മൾ കുളക്കരയിൽ സ്ഥാപിച്ച ഡമ്മി മനുഷ്യനെ കുറച്ച് രൂപമാറ്റങ്ങൾ ചെയ്ത് അവിടെ തന്നെ സ്ഥാപിച്ചതിന് ശേഷം തിരികെ ഇന്നും ആ കൂട്ടിൽ തന്നെ കാവലിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പഴയതുപോലെ ആ ഡമ്മിയെ ഒരു രൂപമാറ്റം ചെയ്ത് വീണ്ടും ആ കുറ്റിക്കാടിനുള്ളിലെ ഇരുമ്പ് കൂടാരത്തിൽ നരഭോജിയുടെ വരവും കാത്തിരുന്നു. രാത്രി 8 മണിയോടെ ജാഗ്രതയോടെ ഇരിക്കുവാൻ അനന്തസ്വാമിയോട് പറഞ്ഞ് ഞാൻ കുറച്ച് സമയം ഉറങ്ങി. അനന്തസ്വാമി വളരെ സ്നേഹമുള്ളതിനാൽ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ സമയം എന്നെ ഉറങ്ങുവാൻ സമ്മതിച്ചു. രാത്രി അയാൾ ഒരു 10 മണിയോടെ എൻ്റെ തോളിൽ തട്ടി വിളിച്ചു. ഞാൻ പതിയെ എഴുന്നേറ്റിരുന്നു. എങ്ങും കനത്ത ഇരുട്ട് പരന്നിരുന്നു. താമസിയാതെ ഒരു ശബ്ദം അന്തരീക്ഷത്തിൽ നിന്നും മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങി. അതെ, ആ പഴയ കുറുക്കൻ്റെ ഒരിടൽ ശബ്ദമായിരുന്നു അത്.
അതെ, ആ എല്ലിൻ കഷ്ണത്തിനായുള്ള പങ്കാളിയെ തേടി ഇര തേടി ഇറങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ തോക്ക് റെഡിയാക്കി വെച്ചു. ഭയാനകമായ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് ഉടലെടുത്തു. മുമ്പത്തെ അനുഭവത്തിൽ കടുവയ്ക്ക് ഞങ്ങൾ മറഞ്ഞിരിക്കുന്ന സ്ഥലം മനസ്സിലായിരിക്കും. അല്ലെങ്കിൽ ആ കുറുക്കൻ അവൻ്റെ പങ്കാളിയെ ഇത്തവണ ഞങ്ങളിലേക്ക് നയിക്കുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. എൻ്റെ ഈ ചിന്തകളെ ശരിവെക്കും വിധം കടുവയുടെ ഒരു ഉഗ്രമായ ഗർജനം വന്നു. മുൻപ് കുറുക്കൻ്റെ ശബ്ദം കേട്ട അതേ ദിശയിൽ നിന്നായിരുന്നു ആ ശബ്ദവും വന്നത്. ആ ഗർജനം കേട്ടതോടെ കാട് മുഴുവൻ പരിഭ്രാന്തിയിലായി. വിവിധ ദിശയിൽ നിന്നും മ്ലാവിൻ്റെയും പുള്ളിമാനിൻ്റെയും മയിലിൻ്റെയുമെല്ലാം മുന്നറിയിപ്പ് ശബ്ദങ്ങൾ മുഴങ്ങി. ഞങ്ങൾ ഭയത്തോടെ നേരിടാൻ പോകുന്ന ആ ക്രൂരമൃഗത്തിനായി കാത്തിരുന്നു. അല്പസമയത്തിനകം ഈ ശബ്ദങ്ങളെല്ലാം നിശബ്ദതയ്ക്ക് വഴിമാറി. സമയം അങ്ങനെ എഴിഞ്ഞു നീങ്ങി. ഈ സമയം എനിക്ക് വിശക്കുവാൻ തുടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള വാച്ചിലേക്ക് നോക്കി. സമയം ഏതാണ്ട് 11 മണി കഴിഞ്ഞിരുന്നു. അനന്തസ്വാമി അയാളുടെ തണുത്തുറഞ്ഞ കൈകൾ ഉപയോഗിച്ച് എൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. അയാളുടെ കൈകൾ ഉഗ്രമായി വിറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയം ഞങ്ങളുടെ പിറകിൽ നിന്നും തുടർച്ചയായി കാലടി ശബ്ദങ്ങൾ കേൾക്കുവാൻ സാധിച്ചു. വളരെ മൃദുവായ കാലടി ശബ്ദമായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് കടുവ ആവാൻ സാധ്യതയില്ല. പിന്നീട് ആ ശബ്ദങ്ങൾ പതിയെ നിശബ്ദമായി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മങ്ങിയ ചാര നിറത്തിലുള്ള എന്തോ ഒന്ന് ഞങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന എതിർവശത്ത്, അതായത് ആ ഡമ്മിയുടെ ദിശയിൽ നിൽക്കുന്നു. നക്ഷത്രത്തിൽ നിന്നുള്ള മങ്ങിയ പ്രകാശം കുറ്റിക്കാടുകൾക്കിടയിലൂടെ അതിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നതായിരുന്നു. അതെ, ഒരു പക്ഷേ അവൻ കുറുക്കനായിരിക്കാം. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞിരിക്കണം. പെട്ടെന്ന് അവൻ ഒരു തവണ ഉരിയിട്ട ശേഷം ഞൊടിയിടയിൽ അവിടെ നിന്നും ഓടി കുറച്ച് അകലെയായി മാറി നിന്നുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തുറിച്ചു നോക്കുന്നു. അപ്പോഴേക്കും മുമ്പ് കുറുക്കൻ നിന്ന സ്ഥലത്ത് മറ്റേത് ഒരു മൃഗം വന്നിട്ടുണ്ടായിരുന്നു. നക്ഷത്രത്തിൽ നിന്നും പ്രതിഫലിച്ച അരണ്ട വെളിച്ചത്തിൽ അതിനൊരു വലിയ കുതിരയുടെ വലിപ്പമുള്ളതായി എനിക്ക് തോന്നി. ഞാൻ അവിടേക്ക് ടോർച്ച് പ്രകാശിപ്പിക്കുവാൻ അനന്തസ്വാമിയോട് എൻ്റെ കൈകൊണ്ട് നിർദ്ദേശം നൽകി. ടോർച്ച് പ്രകാശിക്കുവാൻ ഞങ്ങൾ മുമ്പ് തീരുമാനമെടുത്ത സിഗ്നലായിരുന്നു അത്. എന്നാൽ അയാളിൽ നിന്നും ഒരു പ്രതികരണവും വന്നില്ല. അതോടെ മുമ്പത്തേതിന് സമാനമായി അയാൾ ഇപ്പോഴും പരാജയപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ടോർച്ച് ഞാൻ കയ്യിൽ കരുതാത്തതിന് എന്നെ തന്നെ പ്രാഗിക്കൊണ്ട് ഞാൻ വീണ്ടും അയാളുടെ തുടയിൽ എൻ്റെ കൈകൊണ്ട് 2 തവണ തട്ടി നോക്കി. ഞാൻ തട്ടിയ ആ ശബ്ദം കടുവ കേട്ടിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ചലനങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കണം. അത് ചെറിയ ഒരു മുരൾച്ച പുറപ്പെടുവിച്ചുകൊണ്ട് കുറ്റിക്കാടിനുള്ളിൽ പതുങ്ങിയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് ഞങ്ങൾ ഇരിക്കുന്ന കുറ്റിക്കാട്ടിലേക്ക് കുതിച്ചു ചാടും എന്ന് എനിക്കറിയാമായിരുന്നു. ഇനി സമയം പാഴാക്കിയാൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. അതിനാൽ ഞാൻ അനന്തസ്വാമിയിൽ നിന്നും പെട്ടെന്ന് ടോർച്ച് പിടിച്ചു വാങ്ങി. ബാരലിന്റെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചു. ടോർച്ചിന്റെ പ്രകാശത്തിൽ കുറ്റിക്കാടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന ആ നരഭോജി കടുവയുടെ കണ്ണുകൾ എനിക്ക് ഒരു മിന്നായം പോലെ കാണാമായിരുന്നു. പക്ഷേ ടോർച്ചിന്റെ പ്രകാശം ശക്തി കുറഞ്ഞതുകൊണ്ട് തൊട്ടകലെയുള്ള കുറ്റിക്കാടിനുള്ളിൽ ശരിക്കും എനിക്ക് കാണുവാനും അവന് സാധിക്കുന്നുമില്ല. ടോർച്ചിന്റെ പ്രകാശം കണ്ടതും കടുവ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. ആ അരണ്ട പ്രകാശത്തിൽ അവന് നേരെ വെടിയുതിർക്കുന്നത് അത്ര ഉചിതമല്ല എന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും മറ്റൊരു വഴിയില്ലാത്തതിനാൽ അതിൻ്റെ കണ്ണുകൾക്കിടയിലേക്ക് ഞാൻ ഉന്നം പിടിച്ച് കാഞ്ചി വലിച്ചു. പെട്ടെന്ന് ഒരു വലിയ ഗർജനത്തോടെ കടുവ അതിൻ്റെ പിൻകാലിൽ നിന്നും ഉയർന്നു പൊങ്ങി. മുൻകാലുകൾ അതിൻ്റെ മുഖത്തേക്കുയർത്തി ഞാൻ അതിൻ്റെ നെഞ്ചിനെ ലക്ഷ്യമാക്കി വീണ്ടും എൻ്റെ റൈഫിളിൽ നിന്നും വെടിയുതിർത്തു. അപ്പോഴേക്കും കടുവ നിലത്ത് വീണ് ഉരുളുവാൻ തുടങ്ങി. ഞാൻ 2-3 തവണ കൂടി കടുവ വീണ് ഉരുണ്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് എൻ്റെ തോക്കിൽ നിന്നും അവന് നേരെ ഉണ്ടകൾ പായിച്ചു വിട്ടു. ആ സമയവും കടുവ ഗർജനത്താൽ അലറിക്കൊണ്ടിരുന്നു. ക്രമേണ അതൊരു മുരൾച്ചയ്ക്ക് വഴി മാറിയ ശേഷം അത് പതിയെ നിശബ്ദമായി. ഞാൻ എൻ്റെ കയ്യിലുള്ള ടോർച്ച് അനന്തസ്വാമിക്ക് കൈമാറിയതിനു ശേഷം ഞാൻ തോക്ക് വീണ്ടും റീലോഡ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഏകദേശം 10 മിനിറ്റ് കൂടി കാത്തിരുന്നു. പക്ഷെ പിന്നീട് അവൻ്റെ യാതൊരു ചലനവും കേൾക്കുവാനുണ്ടായിരുന്നില്ല. കടുവ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ കുറുക്കനെ ഒന്നും അവിടെ ആ സമയം കാണുവാനുണ്ടായിരുന്നില്ല. തൻ്റെ പങ്കാളിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ കുറ്റബോധത്തിൽ അവൻ കാടിനുള്ളിലേക്ക് ഓടിപ്പോയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു പുതിയ പങ്കാളിയെ കണ്ടെത്തുവാനായി തിടുക്കത്തിൽ ഓടിപ്പോയിരിക്കും. ഏകദേശം 20 മിനിറ്റിന് ശേഷം ഞങ്ങൾ പതിയെ കൂടിൽ നിന്നും ഇറങ്ങി. ടോർച്ച് പ്രകാശിച്ച് ആ കടുവയുടെ അടുത്തേക്ക് ചെന്നു.
അതെ, ആ നരഭോജി കടുവ ചത്തു മലച്ച് വീണിരിക്കുന്നു. ഞങ്ങൾ ഇരുവരും നേരെ ബംഗ്ലാവിലേക്ക് നടന്നു നീങ്ങി. നല്ല ക്ഷീണം കാരണം മനസ്സിൽ സമാധാനത്തോടെ രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങി. നേരം പുലർന്നതിനു ശേഷം ഞങ്ങൾ ചത്ത കടുവയുടെ ശരീരം പരിശോധിക്കുവാൻ കുളക്കരയിലേക്ക് നടന്നു നീങ്ങി. തേഞ്ഞ കോമ്പല്ലുകളോട് കൂടിയ ഒരു പ്രായമേറിയ ആൺകടുവയായിരുന്നു അത്. വാർദ്ധക്യം മൂലം, സ്വാഭാവികമായ ഇരകളെ പിടിക്കുന്നത് മൂലം ബുദ്ധിമുട്ടിയത് കൊണ്ടായിരിക്കും അവൻ മനുഷ്യവർഗത്തിന് നേരെ തിരിഞ്ഞത്, ഒരു നരഭോജിയായി മാറിയതും. ആർക്കറിയാം, ഒരു പക്ഷേ എളുപ്പത്തിൽ പിടിക്കാവുന്ന ഇരയിലേക്ക് നയിച്ചുകൊണ്ട് കുറുക്കനായിരിക്കും അതിനെ പ്രലോഭിപ്പിച്ചത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ അല്ലേ? ഇതിലും നല്ല കഥയുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ദിവസം കാണാം. സൈനിങ് ഔട്ട്.